ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഭക്തവത്സലനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവപുരാണം കഥ കേൾക്കാം. 2-3 ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ വന്നതിൽ ഖേദിക്കുന്നു. ശിവപുരാണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് സ്വാമി അദ്വൈതാനന്ദപുരി. പ്രസിദ്ധീകരണം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം നമഃ ശിവായ. ചഞ്ചുള പാപവിമുക്തയാകുന്നു. സമുദ്രത്തിൻ്റെ നിഗൂഢ പ്രദേശത്ത് ഭാഷ്കളം എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. വൈദിക കർമ്മങ്ങളിൽ നിന്ന് ഭ്രഷ്ടരും പാപകർമ്മ തൽപരരുമായ കുറേ ബ്രാഹ്മണരാണ് അവിടെ താമസിച്ചിരുന്നത്. ദുഷ്ടന്മാരായ അവർ സദാ നേരവും വിഷയഭോഗങ്ങളിൽ മുഴുകി കഴിഞ്ഞു പോന്നു. ഈശ്വരവിശ്വാസവും ധർമ്മബോധവും അവരെ തൊട്ടു തീണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പുരുഷാർത്ഥങ്ങളിൽ തികച്ചും അജ്ഞരായിരുന്ന അവരുടെ ജീവിതം പശുക്കളുടേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല. മാനവ സമൂഹത്തെ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സദാചാരനിഷ്ഠയുടെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ബാധ്യസ്ഥരായ ആ ബ്രാഹ്മണർ പാപകർമ്മങ്ങളിലൂടെ അധപ്പതിച്ചപ്പോൾ ആ ഗ്രാമത്തിലെ മറ്റു ജനങ്ങളും ദുഷ്കർമ്മ തൽപരരായി. സ്ത്രീകളും കുട്ടികളും വ്യഭിചാരിണികളും സദാചാരശുദ്ധി നഷ്ടപ്പെട്ടവരുമായി തീർന്നു. അങ്ങനെ ഭാഷ്കള ഗ്രാമം ദുർജനവാസ ഭൂമിയായി മാറി. ആ ഗ്രാമത്തിൽ ബിന്ദുകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു അധമ ബ്രാഹ്മണനും ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യ ആ ഗ്രാമത്തിലെ മറ്റു നാരിമാരെ അസൂയപ്പെടുത്തുന്ന വിധത്തിലുള്ള സുന്ദരിയായിരുന്നുവെങ്കിലും ബിന്ദുകൻ ദുർമാർഗത്തിലൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ചഞ്ചുളയുടെ സൗന്ദര്യം ഏതൊരു പുരുഷനെയും കൊതിപ്പിക്കും വിധത്തിൽ ആകർഷകമായിരുന്നു. സൗന്ദര്യം പോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി അവൾ ധർമ്മബോധമുള്ളവളുമായിരുന്നു. അനേകം വർഷം അവൾ സദാചാരനിഷ്ഠയോടെ ജീവിച്ചു. അവൾ പലപ്പോഴും കാമപീഡിതയായിട്ടും ധർമ്മത്തെ ഭയന്ന് ക്ലേശം സഹിച്ച് ജീവിച്ചു. പക്ഷേ ദുരാചാരിയായ ബിന്ദുകൻ്റെ പ്രവൃത്തി മൂലം അവളും തെറ്റുകൾക്ക് വശംവദയായി. അങ്ങനെ ദുരാചാരങ്ങളിൽ മുഴുകിയ മൂഢരായ ആ ദമ്പതികൾ അവരുടെ ജീവിതം ദീർഘകാലം വ്യർത്ഥമാക്കി കളഞ്ഞു. അങ്ങനെയിരിക്കെ ശൂദ്രജാതിയിൽപ്പെട്ട ഒരു ഗണികയുടെ ഭർത്താവായി തീർന്ന ബിന്ദുകൻ സമയാനുസാരം മൃത്യുവിനെ സ്വീകരിച്ച് നരകത്തിലേക്ക് പോയി. ദീർഘകാലം നരകത്തിൽ കിടന്ന് ദുരിതം അനുഭവിച്ച അയാൾ വിന്ധ്യാപർവ്വതത്തിൽ ഒരു വിഷാചാരിയായി ജനിച്ചു. ബിന്ദുകൻ്റെ നരകയാത്രയ്ക്ക് ശേഷം ചഞ്ചുള സ്വപുത്രന്മാരോടൊപ്പം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ കഴിയവേ ഭാഗ്യമെന്നോണം ഒരു പുണ്യദിനത്തിൽ അവൾ അടുത്ത ബന്ധുക്കളോടൊപ്പം ഗോകർണ ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു. തീർത്ഥയാത്രക്കാരുടെ കൂട്ടത്തിലായിരുന്നതിനാൽ അവൾ സഹയാത്രികർക്കൊപ്പം അനേകം തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് ആന്തരിക ശുദ്ധി നേടി. പിന്നീട് ഉത്സവം കാണാനുള്ള കൗതുകത്തോടെ അവൾ ഒരു ശിവക്ഷേത്രത്തിലാണ് ചെന്നുപെട്ടത്. ക്ഷേത്രാങ്കണത്തിൻ്റെ ഒരു ഭാഗത്തിരുന്ന് ഒരു ബ്രാഹ്മണൻ ശിവപുരാണം പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥം ലളിതമായ ഭാഷയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീ പരമേശ്വരൻ്റെ കഥാപീയൂഷം ആസ്വദിക്കുവാനുള്ള നിറവാർന്ന ശുദ്ധ മനസ്സോടെ അവിടെ കൂടിയിരുന്നവർക്കിടയിൽ ചഞ്ചുളയും ചെന്നിരുന്നു. പരപുരുഷന്മാരോടൊത്ത് വ്യഭിചരിക്കുന്ന സ്ത്രീകൾ യമലോകത്തെത്തുമ്പോൾ യമദൂതന്മാർ പഴുപ്പിച്ച ഇരുമ്പ് ദണ്ടുകൊണ്ട് പ്രഹരിക്കും. ഇപ്രകാരം പറഞ്ഞ ബ്രാഹ്മണൻ അതിൻ്റെ സാരഗർഭമായ അർത്ഥവും വ്യക്തമാക്കി. ഇതു കേൾക്കാനിടയായ ചഞ്ചുളയുടെ ഹൃദയം വ്യാകുലമായി തീർന്നു. കഥാവർണ്ണന അനന്തരം ഭക്തജനങ്ങളെല്ലാം അവിടെ നിന്ന് പോയെങ്കിലും ചഞ്ചുള അവിടെ നിൽക്കുകയും ഭയഭക്തി ബഹുമാനങ്ങളോടെ അന്ന് ആ ബ്രാഹ്മണനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു: അല്ലയോ ബ്രാഹ്മണോത്തമ, ഞാൻ സ്വധർമ്മം മറന്ന് സദാചാരനിഷ്ഠ തെറ്റിച്ച് ജീവിച്ചവളാണ്. അനേകം ദുഷ്പ്രവൃത്തികൾ ഞാൻ ചെയ്തിരിക്കുന്നു.
അനുപമ കൃപാനിധിയായ അങ്ങയുടെ താത്വികോപദേശം എനിക്ക് തന്ന് എന്നെ ഉദ്ധരിക്കണം. ദുഷ്ടഹൃദയത്തിലുള്ള മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ തക്ക വിധത്തിലുള്ള അങ്ങയുടെ ശിവകഥാകഥനം വൈരാഗ്യവും ഭക്തിയും ഉണ്ടാക്കാൻ ഉപകരിക്കുന്നവയാണ്. എനിക്ക് സംസാരത്തിൽ പൂർണ്ണ വിരക്തി ഉണ്ടായിരിക്കുന്നു. കുൽസിത മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച എനിക്ക് എന്തെല്ലാം ദുർഗതികളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നടുങ്ങുകയാണ്. അങ്ങയെപ്പോലുള്ള ഒരു മഹാത്മാവിന് മാത്രമേ എന്നെ നരകത്തിൽ നിന്നും മോചിപ്പിക്കാനാവുകയുള്ളൂ. മൃത്യുകാലം സമാഗതമാകുമ്പോൾ യമദൂതന്മാരെ ഞാൻ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? എൻ്റെ കഴുത്തിൽ കാലപാശം കുരുക്കിടാൻ ഇടവരുത്താതെ അങ്ങ് എന്നെ ഉദ്ധരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദുഃഖവും വൈരാഗ്യവും മൂലം ചഞ്ചുളയുടെ ഹൃദയം കലുഷിതമായി. പരിദേവദനത്താൽ ദുഃഖിതയായി കാൽക്കൽ വീണു കിടക്കുന്ന ആ യുവതിയെ ബ്രാഹ്മണൻ കാരുണ്യാതിരേകത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അനന്തരം ഉപദേശരൂപത്തിൽ പറഞ്ഞു: മകളെ, നീ ഭാഗ്യവതിയാണ്. കാരണം ശ്രീ പരമേശ്വരൻ്റെ മംഗളാസ്പദമായ കഥ കേൾക്കാനും അതിലൂടെ മനസ്സിൽ വൈരാഗ്യം ഉദിക്കുവാനും ഇടയായത് ആ ജഗദീശ്വരൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. നന്മയുടെ മാർഗം നിന്റെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. അതിനാൽ നീ ഭഗവാൻ ശംഭുവിൻ്റെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുക. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ എല്ലാ ദുരിതങ്ങളും അഗ്നിയിൽ ഉണങ്ങിയ ഇല പോലെ ദഹിച്ചു പോകുന്നതാണ്. ശിവകഥയിൽ അധിഷ്ഠിതമായ പരമമായ തത്വം നിനക്ക് പറഞ്ഞു തരാം. അത് ശ്രദ്ധയോടെ കേട്ടറിഞ്ഞാൽ സുഖവും സദ്ഗതിയും ഉണ്ടാകുന്നതാണ്. ശിവകഥാശ്രവണം കൊണ്ടാണ് പശ്ചാത്താപം ഉണ്ടായതും നിന്റെ ബുദ്ധി ശുദ്ധീഭവിച്ചതും. മാത്രമല്ല, നിനക്കിപ്പോൾ വിഷയവൈരാഗ്യം ഉണ്ടായിരിക്കുന്നത് സത്യമാർഗത്തിലൂടെയുള്ള പ്രയാണം ത്വരിതപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യും. സകല പാപങ്ങൾക്കും പശ്ചാത്താപമാണ് പരിഹാരമായി മുനിമാർ വിധിച്ചിരിക്കുന്നത്. മനോശുദ്ധി ഉണ്ടാകുവാൻ ശിവപുരാണ കഥാശ്രവണത്തേക്കാൾ മഹത്തായി മറ്റൊന്നുമില്ല. പരബ്രഹ്മം തന്നെയാണ് ഭഗവാൻ ശ്രീ ശങ്കരനെന്ന കാര്യം നീ അറിയുക. ഭഗവാന്റെ കഥാശ്രവണവും മന്ത്രശ്രവണവും മന്ത്രജപവും ഭക്തൻ്റെ മനോദർപ്പണത്തെ സംശുദ്ധമാക്കുന്നു. ഇപ്രകാരം ശുദ്ധീഭാവം കൈവരിക്കുന്നു. തന്മൂലം ആ ഭക്തനെ മോക്ഷത്തിന് അർഹനാക്കി തീർക്കുന്നു. അതിനാൽ നീ നിത്യവും ഭഗവാന്റെ കഥ കേൾക്കുകയും അദ്ദേഹത്തെ പൂജിക്കുകയും ചെയ്യണം. കഥകൾ ശ്രദ്ധയോടെ കേട്ടതിനു ശേഷം അത് മനനം ചെയ്ത് ശക്തിപ്പെടുത്തണം. മനുഷ്യനായി ജന്മം ലഭിച്ചിട്ട് മോക്ഷം നേടാത്തവൻ പശുവിന് തുല്യമാണ്. എന്തെന്നാൽ അവൻ മായാബന്ധനത്തിൽ നിന്നും മോചിതനാകുന്നില്ല. ഇപ്രകാരം ചഞ്ചുളയ്ക്ക് ആധ്യാത്മിക തത്വോപദേശം നൽകി അവളുടെ അകതാരിൽ ഈശ്വരചിന്തയുടെ സനാതന ജ്യോതിസ് പ്രകാശിപ്പിച്ച ശേഷം ആ ബ്രാഹ്മണൻ മൗനം ഭജിച്ചു. ശ്രീ പരമേശ്വരൻ്റെ മഹത്വങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർമ്മലമായ ഹൃദയത്തിൽ ഭക്തിപ്രഹർഷമുണ്ടായി. അതതിൻ്റെ ആനന്ദലഹരിയിൽ ലയിച്ചു. കുറച്ചുനേരം അങ്ങനെയിരുന്നു. ഭഗവാന്റെ കഥാമൃതം അനുഭവിക്കാൻ അപൂർവ ഭാഗ്യമുണ്ടായ ചഞ്ചുളയുടെ മനസ്സിലും ആനന്ദ നിർവൃതിയുണ്ടാവുകയും കണ്ണുകളിൽ നിന്ന് ആനന്ദബാഷ്പം കപോലങ്ങളിലൂടെ ഒലിച്ചിറങ്ങുകയും ചെയ്തു. അവാച്യമായ സുഖത്തിൽ രമിക്കുകയായിരുന്ന അവളുടെ നാവിൽ നിന്ന് ഹൃദ്യമായ വാക്കുകൾ ഉതിർന്നു വീണു. ബ്രാഹ്മണോത്തമ, ശിവഭക്തന്മാരിൽ അങ്ങ് ശ്രേഷ്ഠനാണ്. അങ്ങ് ധന്യനും സമദർശിയുമായതിനാലാണ് പാപഭംഗിലയായ എൻ്റെ മനസ്സിൽ ശിവകഥാ പീയൂഷം പകർന്ന് എന്നെ ശുദ്ധീകരിച്ചത്. മാനവജന്മത്തിൻ്റെ മഹത്വമറിയാതെ ചെയ്ത തെറ്റുകൾ മൂലം നരകത്തിലേക്ക് പോകാൻ തക്ക വിധത്തിൽ പാപാംശം ഉണ്ടായിരുന്ന എന്നിൽ പരബ്രഹ്മ തത്വദർശനത്തിൻ്റെ കെടാവിളക്ക് തെളിയിച്ചത് അങ്ങാണ്. അങ്ങ് കൃപയോടെ ഈ ഉള്ളവൾക്കായി പ്രദാനം ചെയ്തത് പരമകല്യാണപ്രദമായ മോക്ഷമാർഗമാണ്. അതിനാൽ ഞാൻ ഇവിടെ തന്നെ വസിച്ച് അങ്ങയെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് അങ്ങ് എന്നെ അനുവദിക്കണം. അങ്ങനെ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ അനുവാദത്തോടുകൂടി ചഞ്ചുള അദ്ദേഹത്തെ പരിചരിച്ചു പോന്നു. ഭഗവാൻ ശ്രീ ശങ്കരനിൽ ഭക്തിയുണ്ടാകാൻ പര്യാപ്തമായ ധാരാളം കഥകൾ അദ്ദേഹം ഭക്തയെ പഠിപ്പിച്ചു.
ക്രമേണ അവളുടെ ചിന്താദർപ്പണം ശുദ്ധമാവുകയും അവിടെ സദാശിവൻ്റെ സഗുണരൂപം തെളിയുകയും ചെയ്തു. അവളുടെ ഹൃദയോദ്യാനത്തിൽ തെളിഞ്ഞ ഭഗവാന്റെ ദിവ്യമംഗളരൂപത്തിൽ അവൾ ലയിച്ചു. ഭഗവാനോടുള്ള അലൗകിക പ്രേമം അവളിൽ അനുദിനം വികസിച്ചുകൊണ്ടിരുന്നു. ത്രിപുരാന്തകനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അയച്ചു കൊടുത്ത വിമാനത്തിൽ കയറി അവൾ കൈലാസത്തിലേക്ക് പോയി. ചഞ്ചുളയുടെ സമസ്ത പാപങ്ങളും നശിച്ചു കഴിഞ്ഞിരുന്നു. അവൾക്ക് ചാരുതയാർന്ന ഒരു ദിവ്യരൂപം കൈവന്നു കഴിഞ്ഞിരുന്നു. ശ്രീ പാർവതിയെപ്പോലെ തിളങ്ങിയ ചഞ്ചുള ശ്രീ ശങ്കരനെ ദർശിച്ചു. അവിടെ ഗണേശ ഭഗവാനും നന്ദികേശൻ, വീരഭദ്രൻ തുടങ്ങിയവർ ഭഗവാനെ സേവിച്ചു നിൽക്കുന്നത് അവൾ കണ്ടു. സഹസ്രകോടി സൂര്യപ്രഭയെ വെല്ലുന്ന കാന്തിയോടിരിക്കുന്ന ഭഗവാന്റെ വാമഭാഗത്തായി ശ്രീ പാർവതിയും സാന്നിധ്യം കൊണ്ടിരുന്നു. അനന്തരം പാർവതീദേവി അവളെ സഖികളിൽ ഒരാളായി സ്വീകരിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. ഇതോടുകൂടി ചഞ്ചുള പാപവിമുക്തമാകുന്നു എന്ന കഥ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.